കണിക്കൊന്നൊക്കെ കൃഷ്ണന്റെ അരഞ്ഞാണവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എന്താണ് കണിക്കൊന്നൊക്കെ വിഷുവുമായിട്ട് ബന്ധമെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റോറി കേൾക്കുന്നത്. നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്തേക്കണേ. പണ്ട് ഭയങ്കര കൃഷ്ണഭക്തനായിരുന്ന ഒരു ബാലനുണ്ടായിരുന്നു. അവൻ എന്നും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് എന്തെങ്കിലും അവന് കൃഷ്ണനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നായിരുന്നു. തന്റെ വീടിന്റെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി എന്നും അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവന്റെ ഒരു ഭക്തി കണ്ടിട്ട് ശ്രീകൃഷ്ണൻ നേരിട്ട് അവന്റെ മുന്നിൽ ഒരു ബാലന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കുഞ്ഞിന് ആ ബാലൻ കൃഷ്ണനാണെന്ന് മനസ്സിലാവുകയും അവൻ ആ സമയത്ത് ഒരുപാട് ഇമോഷണൽ. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ നേരിട്ട് കാണുന്നത് മാത്രമാണ് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നത്, എനിക്ക് അതുകൂടാതെ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണൻ ഒരുപാട് സന്തോഷമായിട്ട് അദ്ദേഹത്തിന്റെ അരയിലെ അരഞ്ഞാണം ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി സന്തോഷത്താൽ അവന്റെ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും ഒക്കെ ആ ഒരു ഓർണമെന്റ് കാണിച്ചു കൊടുത്തു. പക്ഷെ ആരും അവനെ വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം അമ്പലത്തിലെ നട തുറന്നപ്പോൾ കൃഷ്ണന്റെ അരഞ്ഞാണം കാണാനില്ലായിരുന്നു. അരഞ്ഞാണം മോഷ്ടിച്ചത് ഈ കുട്ടിയാണെന്ന പേരിൽ എല്ലാവരും ഇവനെ സംശയിക്കാൻ തുടങ്ങി. അത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ ആ അരഞ്ഞാണം മേടിച്ചിട്ട് ഒരു കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ അരഞ്ഞാണം പോയി വീണത് ഒരു മരത്തിന്റെ കൊമ്പിലായിരുന്നു. പെട്ടെന്ന് ആ മരത്തില് ഒരുപാട് മഞ്ഞപ്പൂക്കൾ, തൂങ്ങിക്കിടക്കുന്ന അരഞ്ഞാണം പോലത്തെ മഞ്ഞപ്പൂക്കൾ വിടരാൻ തുടങ്ങി. അതാണ് കണിക്കൊന്നയായിട്ട് മാറിയത് എന്നാണ് ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.